ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ എൻ്റെ ലിപ്സ്റ്റിക് ലിപ് ബാം കളക്ഷനാണ് കേട്ടോ. കുറേയൊന്നുമില്ല, എൻ്റെ കയ്യിലുള്ള കുറച്ച് എനിക്കിഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആളുകൾ ലിപ്സ്റ്റിക് ഷെയ്ഡ്, ഇന്ന് ഫുള്ള് വെള്ളിയാണല്ലോ, ലിപ്സ്റ്റിക് ഷെയ്ഡും കാര്യങ്ങളും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷെയ്ഡ്സ് ഇതിനകത്തുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലിട്ട് പോവാം. കമാൺ. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നുണ്ടല്ലോ, ഇപ്പോൾ പുതുതായിട്ട് ഞാൻ മേടിച്ച ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. കുറേ ഇൻസ്റ്റാഗ്രാം വീഡിയോസും യൂട്യൂബിലും ഒക്കെ നോക്കി മേടിച്ച ഒരു ഷെയ്ഡാണിത്. ഒരു ബ്രൗൺ ഗേൾ ഫ്രണ്ട്ലി ഷെയ്ഡ് എന്നൊക്കെ പറയാം. ഒരു ബ്രൗൺ ഗേൾ ഫ്രണ്ട്ലി എന്ന് തന്നെ പറയാം. അപ്പം ഇതാണ് മെബിലൈൻ്റെ. ഇതിൻ്റെ ഷെയ്ഡ് വരുന്നത് 135 ഫിയർലെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇത് ഞാൻ നിങ്ങളെ സ്വാച്ച് ഇത് ചെയ്ത് കാണിച്ചു തരാം. കയ്യിൽ കണ്ടോ? കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ്. അടുത്ത് പിടിച്ച് കാണിക്കാം. കണ്ടോ? നല്ല അടിപൊളി ഒരു ചോക്ലേറ്റ് ബ്രൗൺ എന്നൊക്കെ പറയാം. അതാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ്. അടിപൊളി ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര, ഞാൻ മെബിലൈൻ്റെ മേടിച്ചതിൽ വെച്ച് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ലിപ്സ്റ്റിക്കാണിത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഇത് കാണിച്ചത് കേട്ടോ. അപ്പം നെക്സ്റ്റ് സെയിം തന്നെ മെബിലൈൻ്റെ ആ സെയിം ഇതിൽ വരുന്ന ഒരു ബാർബിക്യൂ എന്ന് പറഞ്ഞുള്ള 195 ബാർബിക്യൂ. കണ്ടോ? ഇതാണ് നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നോക്കിക്കോ, ഇതാണ് ഈ ഒരു ഷെയ്ഡ്. അത് ഞാനിപ്പോൾ ഇട്ടേക്കുന്ന ഷെയ്ഡും സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഇത് സെയിം ഷെയ്ഡാണ്. ഇത് കണ്ടോ? ഭയങ്കര എന്താ പറയുക, ഭയങ്കര കുറച്ചുകൂടെ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. നമ്മുടെ ചുണ്ടിന് അങ്ങനെ ഉണക്കമൊന്നുമില്ല, നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് മെബിലൈൻ്റെ തന്നെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ്. അതിൽ ഷെയ്ഡ് സോഫ്റ്റ് വൈൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അത് ഞാൻ ആക്കി കാണിക്കാവേ. ഞാൻ ഇങ്ങനത്തെ കളറുകളാണ് കൂടുതലും ലിപ്സ്റ്റിക്സ് വാങ്ങൽ. ചെയ്ത് കാണിച്ചിട്ട് ഇത് കുറച്ചുകൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ളതാണ്. നമ്മുടെ ലിപ്സിനെ എങ്ങനെ ഉണക്കുമോ അങ്ങനെയൊന്നും ചെയ്യത്തൊന്നുമില്ല. കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിങ്ങും കൂടിയാണ് കേട്ടോ ഇത്. ഈ ഒരു ഷെയ്ഡ്. ഇനി നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാസിലറിൻ്റെ. ഇത് ഭയങ്കര വൈറലായിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കായിരുന്നു ഡാസിലറിൻ്റെ ഇത്. ഞാൻ ഇത് ചെയ്ത് കാണിച്ചില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം, ഭയങ്കര വൈറലായിട്ടുള്ള ലിപ്സ്റ്റിക് ആയിരുന്നുകൊണ്ട് തന്നെ സ്റ്റിൽ ഞാൻ കാണിക്കാവേ. പക്ഷേ ഇതിടുമ്പോൾ എൻ്റെ ചുണ്ട് കുറച്ച് പിഗ്മെൻറ്റഡ് ആവുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇതിടലില്ല, വല്ലപ്പോഴും ഒക്കെ ഇടും. ഇതാണ് അതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് തന്നെ. ഇനി നെക്സ്റ്റ് വൺ എല്ലാം തുടച്ച് അല്ല, നിങ്ങൾക്ക് മനസ്സിലാകത്തില്ലല്ലോ ഏതാ ഞാൻ ഇടുന്നതെന്ന്. ഇത് അടുത്തത് ഓൾ ഡേ മാറ്റ്. ഇത് ഞാൻ സ്റ്റുഡിയോയിൽ പോയപ്പം മേടിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ. ഇതെല്ലാം ഏകദേശം നിങ്ങൾക്ക് തോന്നുന്നത് എല്ലാം ഏകദേശം സെയിം കളർ തന്നെയാണല്ലോ. ഇതാണ് അതിൻ്റെ ഒരു കളറ്. ഞാൻ ഇങ്ങനത്തെ കളേഴ്സിൻ്റെ ഫാനാണ്. ഇച്ചിരി അടുത്ത് പിടിച്ച് കാണിക്കാം. ഇത് ഈ ഒരു കളർ. അതുപോലെ തന്നെ ഇത് സ്റ്റുഡിയോയിൻ്റെ അവിടെ നിന്ന് തന്നെ മേടിച്ചാണ്. ലിപ് ഗ്ലോസ് ആണത്. ഇച്ചിരി എന്താ പറയുക, ഇതാണിത്. ഒരിച്ചിരി എന്താ പറയുക, ഇത് കയ്യിൽ അങ്ങനെ വരച്ചാൽ മനസ്സിലാവത്തില്ല. ഞാനത് അടുത്ത് പിടിച്ച് കാണിക്കാം. നല്ലൊരു ഇച്ചിരി ഗ്ലിറ്ററിഷ് ആയിട്ടുള്ള ഇതാണ്. കണ്ടോ?
സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ച ഗേൾ ക്രഷ് എന്ന് പറയുന്ന ഒരു ലിപ് ഗ്ലോസ് ആണത് കേട്ടോ. അത് പക്ഷേ ചുണ്ടിലിട്ട് അത്രയും ഇത് വരുന്നില്ല, ആ ഒരു ഗ്ലിറ്റർ അങ്ങനെ വരില്ല. സാധാ ഒരു ലിപ് ഗ്ലോസ് ഇടുന്ന പോലെയൊക്കെ തന്നെ, അത്രയേ ഉള്ളൂ. അത് ഞാൻ അധികം യൂസ് ആക്കലില്ല. പിന്നെ ഇതും അതേപോലെ തന്നെ ഒരു ലിപ് ഗ്ലോസ് ആണ്. ഇത് ഞാൻ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചാണ്. ഗ്ലോസി ലിപ് സ്റ്റെയിൻ ആണ് കേട്ടോ. ഒരു ലിപ് ഗ്ലോസ് പോലെ തന്നെയൊക്കെ ഇരിക്കും ഇത്. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് വാഷ് ഔട്ടായി പോകുന്നൊരു ഷെയ്ഡാണ് ഇത്. എനിക്ക് ഭയങ്കര വാഷ് ഔട്ടായി പോകും. കണ്ടോ ഈ ഒരു ഷെയ്ഡ് ഭയങ്കരമായിട്ട് വാഷ് ഔട്ടായി പോകുന്നൊരു ഷെയ്ഡാണ്. എനിക്ക് വാഷ് ഔട്ടായി പോകും. അപ്പോൾ ഞാൻ ലിപ് ലൈനറോ അല്ലെങ്കിൽ ഈ മെബിലൈൻ്റെ ഞാൻ മുമ്പേ പറഞ്ഞ ബാർബിക്യൂവിൻ്റെ കൂടെ കുറച്ച് മിക്സ് ചെയ്ത് ഞാൻ ഇടലുണ്ട്. മിക്സ് ചെയ്തിടുമ്പം വലിയ കുഴപ്പമില്ല, നല്ല സെറ്റായിട്ടിരിക്കും. പക്ഷേ ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല കേട്ടോ, കുറച്ച് കഴിയുമ്പോഴത്തേനും പോവും. ഇതൊരു ലിപ് ക്രയോൺ ആണ് കേട്ടോ. ഇത് സ്റ്റുഡിയോയിൽ നിന്ന് തന്നെ മേടിച്ച ഒരു ലിപ് ക്രയോൺ ആണ്. ഒരു റെഡിഷ് വരുന്ന ഒരു ടൈപ്പ്, ബ്രൗൺ അല്ല, അത്യാവശ്യം ചുണ്ടയിലിടുമ്പം ഒരു റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിൻ്റേത് ഗേൾസ് നൈറ്റ് കൊണ്ടോന്ന് അറിയത്തില്ല, ഉണ്ടാവുമായിരിക്കും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ മേടിച്ചാണേ. അതും അധികം ലോങ് ലാസ്റ്റിംഗ് അല്ല, കുഴപ്പമില്ല. ഇത് മേടിച്ചതും അവിടെ നിന്ന് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് സാറ്റിൻ ലിപ്പ്, ഇത് ഞാൻ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചാണ്. ഇത് കുറച്ച് നാളായി മേടിച്ചിട്ട് ഇത് അങ്ങനെ യൂസ് ചെയ്യലില്ല. ഇതാണ് അതിൻ്റെ ഷെയ്ഡ്. ഇത് ഞാൻ ചിലപ്പം ഐഷാഡോ ഒക്കെ ചില സമയത്ത് ഐഷാഡോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യലുണ്ട്. അത് അങ്ങനെ ലിപ്പിൽ അങ്ങനെ യൂസ് ചെയ്യലില്ല, ചില സമയത്തൊക്കെ യൂസ് ചെയ്യത്തുള്ളൂ. ഐഷാഡോ ഒക്കെ ആയിട്ട് ചില സമയത്ത് യൂസ് ചെയ്യലുണ്ട്. ഇത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് പിന്നെ ബ്ലഷും ഒക്കെ നമുക്ക് ലിപ്പിലും ഒക്കെ PH സ്റ്റിക്കാണ്. നമ്മുടെ ലിപ്പിൻ്റെ PH അനുസരിച്ച് ഇതിൻ്റെ കളറ് മാറും, പിങ്ക് ആകും. നമ്മുടെ ആ ഒരു ഇതിനനുസരിച്ച് PH കളറ് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇത് ഞാൻ മേടിച്ച എവിടുന്നാന്ന് വെച്ചാൽ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെയാണിത്. വലിയ പൈസയൊന്നുമില്ല, 3-4 പൗണ്ടേ ഉള്ളൂ. പക്ഷെ നല്ല സാധനമാണ്. പിന്നെ ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചൊരു ലിപ്പ് ലൈനറാണ് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു കളറ് വരുന്നത്. പക്ഷെ എനിക്ക് ഇതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് കുറച്ച് എന്താ പറയുക, കുറച്ച് വാഷ് ഔട്ടായി പോകുന്നുണ്ട്. അപ്പം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ല അത്. പിന്നെ ഇനി അടുത്തത് ഇതാണ് കേട്ടോ, ലിപ്പ് പ്ലംബർ ഞാൻ യൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടെ എരിഞ്ഞിട്ട് നമ്മുടെ ലിപ്പ് ഇച്ചിരി പ്ലംബായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് സോപ്പ് ആൻഡ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ ഞാനൊരു വലിയൊരു പാക്കായിട്ട് തന്നെ ഇത് വരുന്നതാണ്. ഇതല്ലാതെ മേടിക്കാൻ കിട്ടും. എനിക്കത് മേടിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണിത്. പക്ഷേ ഇത് നൈസ് സംഭവമാണ്. ലിപ്പ് കുറച്ച് നേരത്തേക്ക് പ്ലംബൊക്കെ ആയിട്ട് നിൽക്കും. ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ ലിപ്പ് പ്ലംബായിട്ട് നിൽക്കും. നല്ലതാണ്, കുഴപ്പമില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന 2 ലിപ് ബാമും ഒരു ചീക്ക് ടിൻറ്റുമാണ് ഇനിയുള്ളത്. ലിപ് ബാമിനെ പറ്റിയിട്ട് തന്നെ ആദ്യം പറയാം. ഇത് ഞാൻ ദ ബോഡി ഷോപ്പിൻ്റെ ലിപ് ബാമാണ്. നൈറ്റ് യൂസ് ആക്കുന്ന ലിപ് ബാമാണ് കേട്ടോ. നല്ല മണമാണ്. ഇത് ഷിയ ബട്ടറിൻ്റെയാണ്. നമുക്കിങ്ങനെ തിന്നാൻ തോന്നുന്ന ഒരു മണമാണ് കേട്ടോ. അത് ഭയങ്കരമായിട്ട് നല്ല മോയ്സ്ചർ, അതായത് നല്ല ഹൈഡ്രേഷനായിട്ടുള്ള ലിപ്സ് ആയിരിക്കും തേച്ചാൽ. അത്ര നൈസായിട്ടുള്ള സാധനമാണിത്. ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്യണം കേട്ടോ. പിന്നെ ഇത് ഞാൻ പകൽ യൂസാക്കുന്ന ലിപ് ബാമാണ്. ഇത് കണ്ടോ ഇതാണ്. ഇത് കാർമെക്സിൻ്റെ XPF 15 വരുന്നതാണ്. പകലൊക്കെ നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഉണ്ടല്ലോ SPF ഉള്ള ലിപ് ബാം ഉപയോഗിക്കുക. അല്ലെങ്കിൽ നമുക്ക് ചുണ്ടിലൊക്കെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് പിന്നെയും കൂടും. അതായത് അത് പോവാതെ കുറേ നാളെടുക്കും അത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ട് ഇത്. പിന്നെ ഇതൊരു ചീക്ക് ടിൻ്റാണ് കേട്ടോ. ചീക്കും ലിപ്പും എല്ലാം കൂടെ ഉള്ളൊരു ടിൻ്റാണ്. കാണിച്ചു തരാം അതിൻ്റെ ഒരു കളറ്. കണ്ടോ, നൈസ്. ഇപ്പം ഞാൻ ഇട്ടിട്ടുണ്ട്, വലിയധികം ഇട്ടിട്ടില്ല, കുഴപ്പമില്ല എന്നാലും. പക്ഷേ ഇതുണ്ട്, ഇത്രയും ഞാൻ യൂസ് ചെയ്തത്. ഇപ്പോൾ രണ്ടാമത്തെ എൻ്റെ ബോട്ടിലാണ് കേട്ടോ, 2ാമത്തെ ബോട്ടിലാണ്. അപ്പം ഐ തിങ്ക് അത്രയേ ഉള്ളൂ.
ഇത്രേ ഉള്ളൂ എൻ്റെ കയ്യിലുള്ള ലിപ്സ്റ്റിക് കളക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും എൻ്റെ സ്കിൻ കെയർ കളക്ഷനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നോടം വരയ്ക്കും